ഹായ് ആൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗിൽ ഒരു ദിവസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജിയെങ്കിലും ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റാർട്ടിങ് മക്കളെ സ്കൂളിൽ പോകാനും വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണൊരു സ്പെഷ്യൽ എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ റെഡ് കളറിൽ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പരിപാടിക്കും ഇവരിങ്ങനെ ഓരോ കളർ ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ എനിക്ക് എടുക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഒന്നാമത്തത് അത് അനാവശ്യ ചിലവാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സാരി പോലെയുള്ളൊരു ഡ്രസ്സാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഷോളാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പഴയൊരു ടോപ്പ് ഉണ്ടായിരുന്നു, ആ ടോപ്പും ഈ ഷോളിനെ സാരി പോലാക്കി. മാഷാ അല്ലാ, വെറുതെ പറയാൻ പറ്റില്ല, എൻ്റെ കണ്ണ് പെടുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്കുട്ടീനെ അങ്ങനെ കാണാനും വേണ്ടിയിട്ട് റെഡ് കളർ അവൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവണുണ്ട്. അപ്പോൾ അവളോട് അത് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആൾക്ക് അവളുടെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മേക്കപ്പും ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതും കൂടെ ചെയ്തു. പിന്നെ ഹെയ്സ് വന്നിട്ട് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മുടെ ചുച്ചുക്കുട്ടി ജസ്റ്റ് ഇങ്ങനെ സ്റ്റൈലിൽ കഴിച്ചിട്ട് നമുക്കിങ്ങനെ പോസ് ചെയ്യാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചു ബേബിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. ഒരു പട്ടുപാവാടയായിരുന്നു. ക്രിസ്മസിന് ഓണത്തിൻ്റെ ആഘോഷമുള്ള പോലെ. വെറുതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനൊന്നും വയ്യ, വെറുതെ എന്തിനാണ് പാഴ്ചെലവ് എന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും മുട്ടയാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രീസറിൽ പോയി തപ്പിപ്പിടിച്ച് അങ്ങനെ കുറേ മുമ്പ് വാങ്ങി വെച്ച ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഒന്നിച്ച് പോകുന്ന സമയത്ത് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങി വയ്ക്കും. അതുകൊണ്ട് എന്താ പറയുക, ആപത്ത് കാലത്ത് എന്തോ ഒരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആപത്ത് കാലത്ത് നമുക്ക് ഉപയോഗപ്പെട്ടു ചെമ്മീൻ. അത് വന്നിട്ട് ചെമ്മീൻ വടയില്ലേ, അതുപോലെ ഈ പൊരികടല, പിന്നെ മല്ലിയില, എല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ട് അരച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടെ പച്ചമുളകിൻ്റെ ടേസ്റ്റ്, പച്ചമുളകിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ചെമ്മീൻ്റെ കൂടെ വെക്കുമ്പോഴാണ് കേട്ടോ അറിയുക. അങ്ങനെ എല്ലാം കൂടെ മിക്സിയിലിട്ട് ഞാൻ മുമ്പ് നോമ്പിന് അത്താഴത്തിന് മിക്ക സമയം ഇതാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് സമയത്ത് വീഡിയോ പോയി നോക്കിയാൽ മതി. അടിപൊളി സാധനമാണ്, വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെറുതെ ഇരുന്ന് കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്ക്. പിന്നെ ദേ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊമോഷൻ്റെ ഐറ്റംസ് ഇങ്ങനെ കൊറിയർ വരുമല്ലോ, അത് വാങ്ങി വെച്ച് പിന്നെ വീഡിയോസൊക്കെ ചെയ്യണം. മൊത്തത്തിൽ നല്ല ടെൻഷൻ പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഓരോ ദിവസവും പോകുന്നത്. അപ്പോൾ പെയിൻ്റടി, ജനലിൻ്റെ പെയിൻ്റടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലോഹ്റസ്കാരം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ലോഹ്റസ്കാരവും കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തേ ഫുഡ് ഇന്നത്തെ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ചോറുണ്ട്, തലേ ദിവസത്തെ രസം ഉണ്ടായിരുന്നു അത്, പിന്നെ പരിപ്പ് കറി, പപ്പടം, പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ചെമ്മീൻ വട. അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇതേ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് രാത്രിയിലേക്ക് കൈപ്പത്രിയും പിന്നെ പച്ചമുളക് അരച്ചിട്ടിട്ട് അമ്മൻ്റെ ഒരു റെസിപ്പിയാണ് കറി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഈ മിൻസ്ഡ് ചിക്കൻ നമ്മൾ മുമ്പ് വാങ്ങി വെക്കൂലേ, അതിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് കറി, അതാണ് ഇന്നത്തെ രാത്രിത്തെ കറി. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇന്നലെ തലേ ദിവസം വന്ന കൊറിയർ മടങ്ങി പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി വെച്ചു. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫ്രണ്ട് ഡോറിന് ലോക്കില്ല കേട്ടോ, നമ്മൾ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടാണ് ഇത്ര ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ലോക്ക് വെക്കണം എന്നൊക്കെ വിചാരിച്ചൊരു ദിവസമായിരുന്നു. അപ്പോഴേക്കും നല്ല 8ൻ്റെ പണി കിട്ടി. എനിക്ക് അങ്ങനെ കരച്ചിലൊക്കെ വരില്ലേ എന്ന പോലെയായിരുന്നു. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പണിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ പണിയൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. പഠിച്ചോനെ, എന്താണ് ഇങ്ങനെ പരീക്ഷണം, ഓരോ ദിവസവും കൂലി പോവല്ലേ, പണിയും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ബാത്റൂം ഡോർ എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്ത് തരണം, നടക്കുമോ എന്ന് വെച്ചപ്പോൾ എന്തായാലും ഞങ്ങളത് ഫിറ്റ് ചെയ്ത് തന്നിട്ട് ഇന്ന് പോകണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് സമയം കൂടുതൽ നിന്ന് ആ ഡോറ് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരു മാസത്തിന് ശേഷമാണ് അങ്ങനെ ബാത്റൂമിലേക്ക് ഡോറ് വരുന്നത്. അതായത് നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് 1 മാസവും 3 ദിവസവും അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ട് ഗൈസ്.
അങ്ങനെ വീണ്ടും ഈ ഒരു ഷെൽഫ് വായുണ്ടെങ്കിൽ കരയെന്ന് പറയും അമ്മ. കാരണം അത്രയും പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 വെച്ച് മതിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു വോളില്ലേ, ഈ 2 സൈഡും എൽ ഷേപ്പിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതൊരു വിസ്പർ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ലൊരു പോസിറ്റിവിറ്റി തോന്നുന്നൊരു കളറാണ് കേട്ടോ. നോർമൽ വൈറ്റ് അല്ല, വിസ്പർ വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ഒരു മൊക്കിലേക്ക് വീണ്ടും നമ്മൾ നമ്മുടെ ചെസ്റ്റ് ഡ്രോയർ മാറ്റി വെച്ചു. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെയും ചിലപ്പോൾ പിറ്റേ ദിവസം അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. പിന്നെ നമ്മൾ ചിച്ചുക്കുട്ടി വീഡിയോ എടുക്കണുണ്ട്, അപ്പോൾ പോസ് ചെയ്യും. ഇതേ കണ്ടില്ലേ, ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആക്റ്റീവായപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവായിരുന്നു ചിച്ചുക്കുട്ടി. പിന്നെ നമ്മുടെ ആ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഭാവിയിലേക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ചെസ്റ്റ് ഡ്രോയർ മാറ്റിയതാണ്. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും അറേഞ്ച് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ ഇട്ടു ഗൈസ്. പിന്നെ ഇതേ നമ്മുടെ ഹേസുക്കുട്ടൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതൊക്കെയാണല്ലോ വലിയൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ തലേദിവസം നമ്മൾ ടൗണിൽ അങ്ങാടി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മാറ്റുകൾ ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് അമ്മ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ വെറുതെ ക്ലീനാക്കി കൊണ്ടിരുന്ന നാളെ രാവിലെയും തന്നെ അല്ലേ പണി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി സമയം എനിക്കെല്ലാം ഇങ്ങനെ ക്ലീനാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തോ നമ്മൾ ബാക്കി വെച്ച പോലെ തോന്നും. കിടക്കുമ്പോൾ ഒരു സമാധാനത്തിൽ കിടക്കണ്ടേ, അത് പറ്റൂല എന്ന് പറഞ്ഞു. അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ട് പിന്നെ അങ്ങനെ രാത്രി പോയി. ഇപ്പോൾ പോയിട്ടില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ മരത്തിൻ്റെ കുറേ ചീകി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സംഭവമൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ്. കുറേ ബാത്റൂമിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അതൊക്കെ ഒന്ന് കോരി കയ്യിലും കുത്തി. സമാധാനമായി എനിക്കിപ്പോൾ. ആ സാധനം കൈ കുത്തോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് ചെയ്ത് നോക്കിയപ്പോൾ നേരെ വന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്തു. പിന്നെ പുറത്തുണ്ടായിരുന്നതും എടുത്തു. ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എനിക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. തീരുമാനിച്ചിട്ടില്ല, പറ്റുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ വരുമാനം വരുന്നതിനനുസരിച്ച് ഞാൻ എത്രത്തോളം പണിയെടുക്കുന്നു അതിനനുസരിച്ച് ഉണ്ടാവും ഇവിടെയൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേ ഈ ഒരു മാറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നല്ല സാധനമാണ്. ഞാനിങ്ങനെ ബെഡിൻ്റെ സൈഡ് ഇങ്ങനെ ഇടും. അപ്പോൾ കുട്ടികൾ വന്ന് എങ്ങനെ കയറിയാലും അവരുടെ കാലിലുള്ള അത്യാവശ്യം മണ്ണൊക്കെ അതിൽ നിന്നോളും. ബെഡിലേക്ക് കൂടുതൽ മണ്ണാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ളതാണ് ഇടുക. പിന്നെ ഇതിൻ്റെ ശരിക്കും കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റിയാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം മതി. അതാകുമ്പോൾ നമുക്കൊരു 300-350 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഇത് തലേദിവസം വാങ്ങിയ മൈക്രോ ഫൈബറിൻ്റെ നമ്മുടെ ക്ലീനിങ് മോപ്പില്ലേ അതിൻ്റെയാണ്. പിന്നെ അതേ ബാത്റൂം കഴുകാനുള്ള ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇതെനിക്ക് അറേഞ്ച് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതേപോലെ ഇട്ടതാണ് കേട്ടോ. ഈ സംഭവമൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റഡി ടേബിൾ ഈ ഒരു കോർണറിലേക്ക് മാറ്റിയിട്ടു. പിന്നെ ഇത് ഞാൻ നേരത്തെ വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാലേ മുമ്പൊക്കെ നിങ്ങൾ വീഡിയോ ഇട്ട ഉടനെ കുറേ കമൻസ് ഒരുപാട് പേരിടുമ്പോൾ അപ്പം തന്നെ 1 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ കമൻറ്റിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിന് അത്രയ്ക്കും ഒരു സമാധാനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും കാണുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല, എനിക്ക് മൊബൈൽ അങ്ങനെ കൂടുതൽ നോക്കാനായിട്ട് പറ്റുന്നില്ല. കണ്ണിങ്ങനെ ഒരു തീ കൊണ്ട് ഇങ്ങനെ പുകയൂലേ, അതേപോലെ പുകച്ചിലും നീറ്റിലും ഒക്കെ ആയിട്ട് എനിക്ക് തീരെ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിട്ട് ഇപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻ്റ് ഇടണം. അത് ശരിക്കും നല്ല ആശ്വാസമാണ്. കാരണം അത്രയും പേർക്ക് നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടൂലേ. ആരാ എന്താണെന്ന് നേരിട്ട് പോലും കാണാത്ത നമ്മളെ ഇത്രയും പേര് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യാൻ, നമ്മളൊന്ന് നന്നായി കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അത്രയും പേരുണ്ട് എന്നറിയുമ്പോൾ അത് എനിക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവുന്നുണ്ട്, ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. വെറുതെ ഇരിക്കരുത്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ അതേ ബാത്റൂം കഴുകാൻ ബ്രഷ് കിട്ടിയ ആവേശത്തിൽ പോയിട്ട് പിന്നെ ബാത്റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പെയിൻറ്റിങ് പണി അത്യാവശ്യം കഴിഞ്ഞു എന്നുള്ള വിചാരത്തിലാണ് ഓരോ ദിവസവും ഞാൻ ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നാളെയും ഇവിടെ വന്നാൽ പൊടിയാവുമല്ലോ എന്ന് വിചാരിക്കും.
അപ്പോൾ ഡെയിലി രാത്രി എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തോടെ പെയിൻറ്റിങ് പണി കഴിയും. പക്ഷേ എനിക്കറിയാം ഞാൻ എന്നെ തന്നെ പൊട്ടത്തിയാക്കുകയാണ് എന്നുള്ളത്. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. ഇത് പിന്നെ ഇതേ പിറ്റേ ദിവസമാണ് സെക്കൻഡ് കോട്ട് ജനലിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ടിലേക്ക് നമുക്ക് പോയാലോ, ഓർഡർ എടുക്കുന്നതൊക്കെ നോക്കാം. നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ്, 3 കമ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറെ ഡൈനോൻ്റെ ഇത് വന്നിട്ട് 4 കമ്പാർട്ട്മെൻറ്റ് ബൗള് കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ചും കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു മോഡലാണ് കേട്ടോ, 4 കമ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഇപ്പോൾ 3 കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വേറെ പുതിയൊരു മോഡലും കൂടെ വന്നിട്ടുണ്ട്. അതും അടിപൊളി സംഭവമാണ്. ഓരോന്നിലും സെപ്പറേറ്റ് വാഷർ കാര്യങ്ങളൊക്കെ ഉള്ളത്. എവിടെയാണാവോ. ഇതാണ് നമ്മുടെ 4 കമ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തലേദിവസം ഓർഡറായ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് ഒരു 10-20 പാക്ക് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്നിച്ചായിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടായാലേ നമുക്ക് മുതലാവുള്ളൂ ഓരോ ഓട്ടോയിലെ അങ്ങനെ എന്തെങ്കിലും. ഇതൊക്കെ കഴിഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലുള്ളത് വന്നിട്ട് നമ്മുടെ നൈഫുണ്ട്. ഒരു നൈഫിൽ 3 നൈഫാണ് വരുന്നത്. ഇതുപോലെയുള്ള നൈഫ്, അതിൽ ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ അടുത്തൊരു മോഡൽ നമ്മുടെ ഈ ഒരു നൈഫാണ് വരുന്നത്. പിന്നെ ഈ ടൈപ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്നാക്സ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് പക്ഷേ സ്റ്റോക്ക് തീരാറായി. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു പാത്രമില്ലേ, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതുപോലത്തെ ഇത് കുറച്ചുണ്ട്. പിന്നെ ഞാനിത് സാമ്പിളിന് പോവുമെന്ന് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. സ്കൂൾ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ സ്നാക്സ് ബോക്സ് ആയിട്ട് ഞാൻ കൊടുത്തു വിടാറുണ്ട്. ഒന്നിൽ നട്ട്സ്, ഒന്നിൽ ഫ്രൂട്ട്സ്, പിന്നെ ഒന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ആക്കിയിട്ട് അവർക്ക് ഇൻ്റർവെൽ ടൈമിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ എന്താണ് ബദാം പീസിനില്ലേ, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത ഓർഡർ ആക്കുന്നുള്ളൂ. കാരണം വെറുതെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് പൈസ അത്രയ്ക്ക് മാത്രം ഇല്ലാത്തത് കൊണ്ടെല്ലാം ചെറിയൊരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മറ്റേ ഇത് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയേ. പിന്നെ എന്താണെന്നറിയാം, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല വിലയ്ക്കായിരിക്കും ഈ ഹോൾസെയിലേഴ്സ് തരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഈ ചെറുകിട കച്ചവടക്കാരെയൊന്നും പെട്ടെന്നൊന്നും ആരും സപ്പോർട്ട് ചെയ്യൂല. അവർ വേറെ വലിയ ആപ്പുകളിൽ വല്ല കുറവായിട്ട് കിട്ടുന്നുണ്ടോ നോക്കും. പക്ഷേ ക്വാളിറ്റി ഇല്ലെങ്കിലും വില കുറവാണെങ്കിൽ ചില ആൾക്കാർ അതേ എടുക്കുകയുള്ളൂ. ഇത്രയുണ്ട് കേട്ടോ ഈ ഒരു പാത്രം. ഞാൻ മുമ്പ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 1500 രൂപയ്ക്കാണ്. നമ്മുടെ സ്നാക്സിൻ്റെ. പിന്നെ കത്തി കുറച്ച് ഇവിടെ ഉണ്ട്. പിന്നെ പാക്കിംഗ് മെറ്റീരിയലൊക്കെ ലോക്കലായിട്ടൊക്കെ വാങ്ങണോണ്ട് തന്നെ അത്യാവശ്യം നല്ല ചാർജ് വരും. പോസ്റ്റ് ഓഫീസിലൂടെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബാർകോഡ് സംഭവങ്ങളൊക്കെ ഒടിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ബദാം പിസിനാണ്. ഇത് വന്നിട്ട് അറേബ്യൻ ഗമ്മാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നല്ല സാധനമാണ് കേട്ടോ, നമുക്ക് ഹെൽത്തിനൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഡെയിലി വീണ്ടും ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഒരു ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനി വെള്ളത്തിലിട്ട് കുടിക്കണം. ബോഡി നല്ല ഹീറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ. അപ്പോൾ വൈകുന്നേരം പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ബാക്കിയുള്ള പാക്കിങ് ചെയ്ത സംഭവങ്ങളും എല്ലാം കൂടെ ഈ ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു റൂമിലാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. റെന മൊത്തം അലമ്പാക്കിയിട്ട് പോയിട്ടുണ്ട്. രാത്രി അവൾ ഇരുന്ന് പഠിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. വേറെ ടേബിൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഓർഡർ എടുക്കുന്നത്. ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇന്ന് ലീവാണ് കേട്ടോ. ഇതൊക്കെ ഇൻഷാല്ലാ ഒന്ന് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സംഭവങ്ങളൊക്കെ കൂടി വരട്ടെ. അപ്പോൾ ഇതുപോലെ 2 നമ്പറിലാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നത്. ഒരെണ്ണം ഫോണിലും ഒരെണ്ണം ടാബിലും. ശരി, താഴെ പോവാം.